ഹൈ ഡേയ്സ് ഹലോ ഇൻവെസ്റ്റേഴ്സ് സിയാദ് ഇലിഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. നിഫ്റ്റി ഇന്നും അങ്ങനെ പ്രതീക്ഷകൾ അർപ്പിച്ച ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം ഗെയിൻ കൊടുത്ത് IT സെക്ടർ, എടുത്തു പറയേണ്ടത് നമ്മളുടെ ഫാർമ സെക്ടർ, ഇവരുടെ എല്ലാം തന്നെ പിന്തുണയോട് കൂടിയിട്ട് നിഫ്റ്റി 93 പോയിൻറ്റ് 25,424 ഇപ്പോൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത്. അപ്പോൾ 25,400 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. സെൻസെക്സും അതുപോലെ തന്നെ 83,014 സെൻസെക്സിൻ്റെ സ്പോട്ട് ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയും 214 പോയിൻറ്റിൻ്റെ ഒരു ഗെയിൻ രേഖപ്പെടുത്തി. ഇന്നലെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, US സെൻട്രൽ ബാങ്ക് 25 ബേസ് പോയിൻറ്റ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ള ഒരു പ്രസ്താവനയായിരുന്നു IT സെക്ടറിലും ഇന്ന് ഗുണകരമായിട്ടുള്ളത്. കൂടാതെ തന്നെ ഇന്ന് ഫാർമ സെക്ടറിലാണെങ്കിൽ സൺ ഫാർമ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു, ഗ്ലെൻമാർക്ക് ഫാർമ, അതുപോലെ തന്നെ ബയോകോണിൻ്റെ എല്ലാം തന്നെ പുതിയ ക്യാൻസറിൻ്റെ ഡ്രഗിന് US കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കൊടുത്ത ന്യൂസ് എല്ലാം തന്നെ നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഫാർമ സെക്ടറാണ് മുന്നോട്ട് നിന്നത്. നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുമ്പോൾ കാണാം HDFC ലൈഫ്, ഇൻഷുറൻസ് സെക്ടർ ഇന്ന് പോസിറ്റീവായിരുന്നു. എറ്റേണൽ ഒരു അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു എറ്റേണലിന്. സൺഫാർമ, സിപ്ല, കൂടാതെ ഇൻഫോസിസും 1.2% ഒരു റാലി. കോൾ ഇന്ത്യയും ടാറ്റ മോട്ടോഴ്സും ബജാജ് ഫിനാൻസും ട്രെൻഡും അൾട്രാടെക് സിമെൻറ്റുമാണ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ള നിഫ്റ്റി 50-ലുള്ള കമ്പനീസ്. അപ്പോൾ ഇൻഷുറൻസ് സെക്ടേഴ്സും ഇന്ന് GSTയുടെ ആ ഒരു റീഫോം പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. 2 lakh crores ആണ് അതെ 2 lakh crores ആണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് GST കാരണം ഫണ്ട് ഇൻഫ്ലോ വരുന്നതെന്ന് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെയും പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഈ മിഡ് ക്യാപ്പ് സെക്ടറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പൂൻവാല ഫിൻകോർപ്പ് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം പുതിയ ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്യുന്ന ന്യൂസ്. പൂൻവാല ഫിൻകോർപ്പ് 13% ഒരു ഗെയിൻ രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും എൻ്റെ താഴെ കാണാം. FTSE UK ആണ്, CAC 40 ഫ്രാൻസ് ആണ്, ഡാക്സ് ജർമ്മനിയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു നെഗറ്റിവിറ്റിക്ക് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് തിരിച്ചു വന്നു. ഇന്ത്യ വിക്സ് എന്ന് കാണാം 3.56% ക്രാഷായി, കൂൾ ഡൗൺ ആയി. ഡോ ഫ്യൂച്ചർ 254 പോയിൻറ്റിൻ്റെ പോസിറ്റിവിറ്റിയും. നിക്കി ജപ്പാൻ മാർക്കറ്റ് 530 പോയിൻറ്റും, കോസ്പി 47 പോയിൻറ്റ്, ഷാങ്ഹായ് എന്നാൽ 1.13% ഫോള്, ഓസ്ട്രേലിയ ഏകദേശം നിയർ ടു 1% ഫോള്, ഗോൾഡ് 7% അല്ല $7 ഉയർന്നു. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിനും 800 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. ബിറ്റ്കോയിൻ പണ്ടത്തെ പോലെ പൊട്ടുന്നില്ല, സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്, അതും 1,20,000 എന്ന റേഞ്ചിൽ. ആ ബിറ്റ്കോയിനായിരുന്നു പണ്ട് വലിയ തോതിൽ വോളറ്റിലിറ്റി. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ വോളറ്റിലിറ്റി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ബിറ്റ്കോയിൻ മാറ്റി നിർത്തിയാൽ കൂടിയും നമുക്ക് ഈ മാർക്കറ്റ് സമയത്ത് ബിസി ആയ ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഇപ്പോൾ നമുക്കറിയാം ഈ വീക്കിലി എക്സ്പയറി ആണ് ഉള്ളത്, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ വലിയ വോളറ്റിലിറ്റി ഉണ്ട് എങ്കിൽ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗിച്ചിട്ട്, നമ്മുടെ സർവ്വത സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ മറ്റേത് ബ്രോക്കർ ഉപയോഗിച്ചിട്ടും നമുക്ക് കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാം. കമ്മോഡിറ്റിയിൽ ഗോൾഡ് ട്രേഡ് ചെയ്യാം, കമ്മോഡിറ്റിയിൽ ക്രൂഡ് ട്രേഡ് ചെയ്യാം. കുറഞ്ഞ ക്യാപിറ്റൽ മതിയാവും. അതും രാത്രി 11 വരെ മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് സമയത്ത് ബിസി ആണെങ്കിൽ അവിടെ ട്രേഡ് ചെയ്യാം. അപ്പോൾ കമ്മോഡിറ്റിയുടെ A to Z എന്താണ് കമ്മോഡിറ്റി, ഡെറിവേറ്റീവിൻ്റെ എല്ലാ സെഗ്മെൻറ്റ് മുതൽ നമ്മൾ കമ്മോഡിറ്റി ട്രെയിനിങ് ഉണ്ട്. ഓൺലൈനായിട്ട് വരാൻ പറ്റാത്ത ആളുകൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും പഠിക്കാം. ഫസ്റ്റ് കമ്പനി ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. മാരുതി ഈ GSTയുടെ ഇമ്പാക്റ്റ് കാരണം പ്രമുഖ എല്ലാ വാഹന കമ്പനീസും ഇവരുടെ കാറിൻ്റെ എല്ലാം തന്നെ വില കുറയ്ക്കുന്നുണ്ട്. മാരുതിയും വില കുറയ്ക്കുകയാണ്, ടാറ്റ മോട്ടോഴ്സും വില കുറയ്ക്കുകയാണ്, അങ്ങനെ എല്ലാ കാറുകളും വില കുറയ്ക്കുകയാണ്. വില കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ GSTക്ക് ഇവർക്ക് കിട്ടിയ ആ ഒരു ബെനിഫിറ്റ് അത് കസ്റ്റമറിലേക്ക് അത് വില കുറഞ്ഞ രീതിയിൽ അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ദീപാവലി അടക്കുകയാണ്. ഈ ഉത്സവകാലത്താണ്, ഈ ദീപാവലിക്കാണ് എസ്പെഷ്യലി ഈ നോർത്ത് ഇന്ത്യയിലെല്ലാം തന്നെ ആളുകൾ പുതിയതായിട്ട് ട്രാക്ടറുകൾ വാങ്ങുന്നത്, ബൈക്ക് വാങ്ങുന്നത്, വാഹനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈവൻ ഗോൾഡും പർച്ചേസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആ സമയത്താണ്. അപ്പോൾ ഉത്സവകാലത്ത് ഈ ഓട്ടോമൊബൈൽ സെക്ടറിന് ഒരു അഡീഷണൽ ബെനിഫിറ്റായി. PTC അവരുടെ പുതിയ ഫർണസ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ലക്നൗവിൽ ഉദ്ഘാടനം നടത്തിയെന്നുള്ള ന്യൂസ്. IRDA കമ്പനി 1,134 കോടി രൂപ ലോൺ അവരുടെ ഗ്രീൻ എനർജി പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് 4.5 ജഗാവാട്ട് കപ്പാസിറ്റിയുള്ള സെൽ മാനുഫാക്ചറിങ് മധ്യപ്രദേശിൽ ചെയ്യാനായിട്ട് ലോങ് സാങ്ഷൻ ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. പേജ് ഇൻഡസ്ട്രീസ് കമ്പനി HSBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പേജ് ഇൻഡസ്ട്രീസിനെ ഡൗൺഗ്രേഡ് ചെയ്തു. മദേഴ്സൺ സുമി ഇവർ കാർ അസംബ്ലി മാനുഫാക്ചറിങ് ബിസിനസ്സിലേക്ക് കടന്നു വരികയാണെന്നുള്ള ന്യൂസ്. എറ്റേണലിൽ നിന്ന്
പോസിറ്റീവ് ആയിരുന്നല്ലോ. ഗോൾഡ്മാൻ സാക്ക് എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തതാണ് ഈ ഒരു പോസിറ്റിവിറ്റിക്കുള്ള മറ്റൊരു കാരണം. ടെക്സ്മാക്കോ റെയിൽവേ കമ്പനിക്ക് 86 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. നെൽകോ കമ്പനിക്ക് ഇവർ ബ്രോഡ്ബാൻഡ് സാറ്റലൈറ്റ് ബിസിനസ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. ആസാദ് എഞ്ചിനീയറിംഗ് കമ്പനി ഹൈദരാബാദിൽ ഇവരുടെ ന്യൂ ലിയൻ മാനുഫാക്ചറിങ് യൂണിറ്റ് കമ്പനി ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോളോ മൈക്രോ സിസ്റ്റം കമ്പനി ഇവർ സൈബർ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സബർസെൻഷ്യൽ ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. കർണക്സ് മൈക്രോ സിസ്റ്റം കമ്പനി വെങ്കടറാമി റെഡ്ഡി കൺസ്ട്രക്ഷൻ ഈ ഒരു കമ്പനിയായിട്ട് റെയിൽവേ എക്യുപ്മെൻറ്റ്സ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. കപ്പാസിറ്റി ഇൻഫ്ര കമ്പനിക്ക് 1518 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. SMC ഗ്ലോബൽ സെക്യൂരിറ്റി കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി ഇവർ എയർപോർട്ടിൽ എല്ലാം തന്നെ ഈ ട്രാവൽ ഫെസിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് HOA ആയിട്ട് പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. TCS കമ്പനി ഐഡിയയുടെ AI എൻഹാൻസ് ചെയ്യാനായിട്ട് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. അദാനി എൻ്റർപ്രൈസസ് MR എന്ന് പറഞ്ഞ UAE പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനി അവർ ഇന്ത്യയിൽ ബിസിനസ് ആരംഭിക്കുന്നു. അത് അദാനി എൻ്റർപ്രൈസസ് ഒക്കെ ആയിട്ട് സഹകരിക്കുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. കൺഫേംഡ് അല്ല, ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. നാറ്റ്കോ ഫാർമ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഗ്ലാൻ ഫാർമ അവർ ആസ്ട്രിയയായിട്ട് പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. SEPC കമ്പനി 442 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. ഇനി മറ്റുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീലുകളെല്ലാം തന്നെ ചർച്ച പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഉള്ളത്. ഈവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ നെഗറ്റീവായിരുന്നു. US മാർക്കറ്റ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് 25 ബേസ് പോയിൻറ്റ് ഇനിയും ഫർദർ 2 കട്ട് ഉണ്ടാവും എന്നുള്ളതൊരു പോസിറ്റീവാണ്. പക്ഷേ ഈ ജോബ് മാർക്കറ്റ് വീക്കാണ് എന്ന ഒരു കമൻറ്റ് ജെറോം പവൽ അവിടുത്തെ സെൻട്രൽ ബാങ്ക് തലവൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോണാണ് ഇന്നലെ ഡോ റാലി രേഖപ്പെടുത്തിയിട്ടും നാസ്ഡാക്ക് ഒരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. ആക്ച്വലി NVIDIA ഒക്കെ ആയിട്ട് വലിയൊരു പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ അനൗൺസ് ചെയ്തതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഒന്നും തന്നെ നാസ്ഡാക്കിൽ കണ്ടില്ല. നാസ്ഡാക്ക് ഓൾറെഡി തന്നെ ഓൾ ടൈം ഹൈ ആണ്. ഇനിയിപ്പോൾ നമുക്ക് നാസ്ഡാക്കിലെല്ലാം തന്നെ ട്രേഡ് ചെയ്യണമെങ്കിൽ പല ആളുകളും ഈ US ബ്രോക്കറെല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് ഇന്ത്യയിൽ നിന്ന് പണം കൺവേർട്ട് ചെയ്ത് അവിടുത്തെ ഫേസ്ബുക്കും NVIDIA എല്ലാം തന്നെ സ്റ്റോക്കുകൾ വാങ്ങാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ബ്രോക്കർ ഉപയോഗിച്ച് നാസ്ഡാക്ക് ETF ഫണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഏതൊക്കെയാണ് നാസ്ഡാക്ക് ETF ഫണ്ട് എന്നുള്ളത്. ആ ETF ഫണ്ടുകൾ നമുക്ക് നമ്മുടെ ബ്രോക്കർ ത്രൂ വാങ്ങാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ബൈ ചെയ്യുമ്പോൾ ഈ ETF ബൈ ചെയ്യുന്നത് ആക്ച്വലി US നാസ്ഡാക്ക് ആ ഒരു ഇൻഡെക്സ് തന്നെയാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. വേറെ യാതൊരു കൺവേർഷൻ ചാർജസോ കൊല്ലാപ്പുകളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളെ ബ്രോക്കറിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാൽ പ്രാക്ടിക്കലി US മാർക്കറ്റിൽ നിന്നാണ്. അങ്ങനെ ചൈനീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ സെക്ടർ വൈസ് ETF ഫണ്ടുകളുണ്ട്, ഗോൾഡ് ETF ഫണ്ടുകളുണ്ട്, PSU അല്ലെങ്കിൽ ഫാർമ, IT, ബാങ്ക് നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ETF ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ പല ആളുകളും ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ധാരണ കുറവുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നേരെ ETF ആണ് ഈ സ്റ്റോക്കിനേക്കാളും ഉചിതം. കാരണം സ്റ്റോക്കിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസുകളെല്ലാം വേണം. മറ്റേ ETF വേണ്ട എന്നല്ല, മറിച്ച് ETF എന്ന് പറയുന്ന ഒരു സെക്ടറാണ്. ഇപ്പോൾ IT സെക്ടറിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഇൻഫോസിസിലേക്കോ വിപ്രോയിലേക്കോ അല്ല. അതുപോലെ ബാങ്കിങ് സെക്ടറിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ICICI ബാങ്കിലേക്കോ ഫെഡറൽ ബാങ്കിലേക്കോ അല്ല. അപ്പോൾ ആ ഒരു സെക്ടറിലുണ്ടാകുന്ന ബുള്ളിഷ്നെസ് നമുക്ക് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതറിയില്ലാത്ത ആളുകൾ ഒരു അറിവിന് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ശുഭരാത്രി, നാളെ കാണാം. താങ്ക് യു.